മാഷ നമസ്കാരം. നമസ്കാരം. പക്ഷേ ഇപ്പം നിലവിൽ നമ്മളെ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഭയങ്കര ചർച്ചയും സമര കോലാഹലങ്ങളും നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ അത്ര വലിയ പ്രതിസന്ധിയിലാണോ കേരളത്തിൽ? മാഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മളുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ വൺ അത്ര മോശമാണെന്ന് പറയാൻ പറ്റില്ല. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും അതേപോലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകളും മാത്രമല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ ആശുപത്രികളും നമുക്കുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലനം നിർവഹിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ നമ്പർ വണ്ണാണ്. ആ സർക്കാർ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പോകുമ്പോഴാണ് അത് തർക്കത്തിലാവുന്നത്. സർക്കാർ പറയുന്നത് നമ്പർ വൺ ആണ്. ഈ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശുപത്രികൾ കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. അവിടെയാണ് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം അത് വലിയ തള്ളു മാത്രമാണ്. നമ്പർ വൺ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മളുടെ MLA മാർ ചികിത്സിക്കണം, നമ്മളുടെ മന്ത്രിമാർ ചികിത്സിക്കണം, നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കണം സർക്കാർ ആശുപത്രി. ഇവരൊറ്റ ആളും ഒറ്റ MLA സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കില്ല. രാഷ്ട്രീയം അവിടെ നമുക്ക് മാറ്റിവെക്കാം. കോൺഗ്രസിൻ്റെ MLA, മുസ്ലിം ലീഗിൻ്റെ MLA, CPM-ൻ്റെ MLA, CPI-യുടെ MLA, ഏത് MLA ആണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കുമെന്ന് ആരും പോകാറില്ല എന്നാണ്. എന്നിട്ടിപ്പോൾ സമരം നടത്തുന്നത് സമരം നടത്തുന്ന ആളുകളും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ആളുകളും ആരും പോകുന്നില്ല സർക്കാർ ആശുപത്രിയിൽ. പിന്നെ എന്തിനാ സമരം നടത്തണം? ആർക്കു വേണ്ടി സമരം നടത്തണം? അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണം. എന്തിന്? ആർക്ക് വേണ്ടി? അത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സമൂഹത്തിലെ 70% ആളുകളും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രിയെയും സർക്കാർ മെഡിക്കൽ കോളേജുകളെയും. കാരണം അവരുടെ പണമില്ല, അതാണ് പ്രശ്നം. എന്നാൽ നമ്മളുടെ ഒരു മധ്യവർഗീയ സമൂഹമുണ്ട്. അവർക്ക് എപ്പോഴും വേണ്ടത് ഏറ്റവും മികച്ച ചികിത്സയാണ്. അത് കിട്ടുന്നത് എവിടെയാണ്? സ്വകാര്യ ആശുപത്രിയിലാണ്. നമുക്കറിയാം, വിദേശത്ത് നമ്മളുടെ ഇവിടെ ചികിത്സക്ക് ആളുകൾ വരുന്നില്ലേ? ഉണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആളുകൾ അറബികളാണ്. അത് വളരെയധികം ആളുകൾ. അമൃതയിലും ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി മാത്രം സ്റ്റാഫുകളെ വെച്ചിട്ടുണ്ട്, അറബി അറിയാവുന്ന സ്റ്റാഫുകളെ. മാത്രമല്ല, അതിനൊരു പ്രത്യേക സംവിധാനമുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഏജൻസി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്. വലിയ ബിസിനസ്സാണ് അത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ വന്ന് ചികിത്സിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ നമ്മുടെ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളും ഒക്കെ മോശമാണ് എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. നമ്മുടെ ഈ ആസ്റ്റർ മെഡിസിറ്റിയെ പോലെയുള്ള ഒരു സാധനമാണ് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മയോ ക്ലിനിക് എന്ന് പറയുന്നത്. ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. മയോ ക്ലിനിക്കിനെ പോലെ നടത്താൻ ശ്രമിക്കുന്ന പല ആശുപത്രികളിലൊന്നാണ് ആസ്റ്റർ മെഡിസിറ്റിയും രാജഗിരിയും ഒക്കെ. അവിടേക്ക് നമുക്ക് സാധാരണക്കാർക്ക് ചികിത്സിക്കാൻ പറ്റില്ല. സാധാരണക്കാർ ചികിത്സയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടാവും. അല്ലാതെ ആരും അവിടെ ചികിത്സയ്ക്ക് പോകാറില്ല. കാരണം അത്രയധികം പണമാണ് അവിടെ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ സ്വകാര്യ മേഖലയ്ക്ക് ഇത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മളുടെ ആരോഗ്യ മേഖലയുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സർക്കാർ മേഖല എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികൾ, സർക്കാർ മെഡിക്കൽ കോളേജ്, ഇതും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ് പലതും. പക്ഷേ നമ്മളുടെ നേതാക്കന്മാർ, നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കൊടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞു അവരൊക്കെ പോകുന്നത് സ്വകാര്യ മേഖലയിലാണ്, സർക്കാർ മേഖലയിലല്ല. അതിനും കാരണങ്ങളുണ്ടാകും. എന്താ കാരണം? ഇപ്പോൾ സർക്കാർ മേഖലയിൽ ചികിത്സയ്ക്ക് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ VM സുധീരൻ. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. ആരോഗ്യമന്ത്രി ചികിത്സയ്ക്ക് ചെന്നാൽ അദ്ദേഹത്തിന് VIP ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. നമ്മൾക്കും വേണമെങ്കിൽ ചികിത്സയ്ക്ക് പോകാം, നമുക്ക് VIP ട്രീറ്റ്മെൻറ്റ് കിട്ടും. എങ്ങനെ? പുറത്തു നിന്നൊരു VIP ഇത് എൻ്റെ മകനാണെന്ന്, എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടുത്തെ ഡോക്ടർമാരെയും സംവിധാനത്തിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുക. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഓടി വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കാണാം. അതാണ് സർക്കാർ ആശുപത്രികളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അത് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, ഈ സ്വകാര്യ ഹോസ്പിറ്റലിലും ഈ VIP ട്രീറ്റ്മെൻറ്റ് പലർക്കും ലഭിക്കാറുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ആളുകൾക്കൊക്കെ വളരെ മികച്ച ചികിത്സകളൊക്കെ എപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മികച്ച ചികിത്സ കിട്ടുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കാൻ കഴിയണം. മെഡിക്കൽ കോളേജുകൾ ഉപയോഗിക്കണം, അതേപോലെ സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ഇതൊക്കെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളാണ്.
നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മികച്ച ഡോക്ടർമാരുണ്ട്, മികച്ച ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് സൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യില്ല. കോടിക്കണക്കിന് രൂപയുടെ മെഷീൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കേടാവും. ചിലപ്പോൾ അതിൻ്റെ അട്ടളായി പോയായിരിക്കും. മെയിൻ്റനൻസ് ഇല്ല. മെയിൻ്റനൻസിന് സംവിധാനമില്ല. പിന്നെ ഇത് ആരുടെ സ്വത്താണെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ അല്ലേ, നശിച്ചോട്ടെ എന്ന് ഇവരെല്ലാവരും കൂടി കരുതും. നാഥനില്ലാത്തതുപോലെ ആവും. അങ്ങനെ നാഥനില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം നശിച്ചു പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വന്ന് കുറച്ച് നാളൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയെങ്കിലും കിടക്കും. എക്സ്റേ യൂണിറ്റുകളുടെ സ്ഥിതി അതായിരിക്കും. പല സ്ഥലത്ത് എക്സ്റേ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് എക്സ്റേ യൂണിറ്റ് കേടായി കിടക്കുകയാണ്. ഒരു ദിവസം നമ്മൾ കേൾക്കും, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതിന് വർത്തമാനം, ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ്. ഇതാണ് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ക്യാൻസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ബ്യൂറോക്രസിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത് ബ്യൂറോക്രാറ്റിക് സംവിധാനമായി കഴിയുമ്പോൾ ബ്യൂറോക്രസിക്ക് ഹൃദയമില്ല, മനസ്സില്ല. രോഗി കരയുമ്പോൾ അത് കേൾക്കുന്നില്ല. അങ്ങനെയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പാവപ്പെട്ടവന് ഈ സർക്കാർ ആശുപത്രിയും അതുപോലെ സർക്കാർ മെഡിക്കൽ കോളേജും മാറിത്തീരുന്നത്. അത് മാറ്റണം. അതിനുള്ള ഇടപെടലാണ് ആവശ്യമാണ്. ഈ കാര്യത്തിലൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ കണ്ട് പരിഹരിക്കാനായിട്ടുള്ള ഒരു സമീപനം നമ്മുടെ ഈ ഭരണവർഗത്തിനുണ്ടാവണം. ഭരണവർഗം എന്നാണ് ഞാൻ പറഞ്ഞത്. അതപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. ആര് ഭരിക്കാൻ വന്നു കഴിഞ്ഞാലും അവർക്ക് വളരെ മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കാനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം അവിടെ നിൽക്കുന്നത്, ഓരോ ആശുപത്രിയുടെയും അതിൻ്റെ ഒരു എന്താണ് കപ്പാസിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഒരു 1000 രോഗിയെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളിടത്ത് സർക്കാർ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും വരുന്നത് 1000-ന് പകരം 10,000 പേരാണ്. ഇവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയും? ഇവർക്ക് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ കഴിയും? അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗവേഷണവും ഫോളോ അപ്പും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടും. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ പല രോഗികളുമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ നടക്കാം. ഡയാലിസിസിന് നമ്മൾ ചെല്ലുമ്പോൾ ഡയാലിസിസിന് മെഷീൻ അവൈലബിൾ അല്ല. ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും. ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്കപ്പോൾ ഡയാലിസിസ് നടത്തേണ്ട കേസായിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? സ്വകാര്യ മേഖലയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ സർക്കാർ സംവിധാനത്തിനകത്ത് ഉള്ള ഈ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അപര്യാപ്തമാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയില്ല കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കില്ല. ഉദ്യോഗസ്ഥന്മാരും നല്ല ഡോക്ടർമാരുണ്ടെങ്കിൽ പല ഡോക്ടർമാർക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ഈ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരൊക്കെ ലീവ് എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരോധിക്കാനുള്ള നടപടി എടുക്കണ്ടേ? കാരണം ഇവിടെ സർക്കാരിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുക, അയാൾ ലീവ് എടുക്കുക മാത്രമാണ്. അതുകൊണ്ട് വേറൊരാൾക്ക് അവിടെ ജോലി കിട്ടുന്നില്ല. അല്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി കൊണ്ടു നടക്കുന്നതാണ്. എല്ലാവരും കൂടി ഞാൻ പറഞ്ഞാൽ മനസ്സിലായ, അതായത് ഭരിക്കുന്ന CPM-ഉം അതേപോലെ തന്നെ CPI-യും പുറത്തിരിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഇവരുടെയൊക്കെ ആളുകൾ വരും. രാഷ്ട്രീയ പാർട്ടി BJP ഇവരുടെയൊക്കെ ആളുകൾ വരുമ്പോൾ ഇവർ തന്നെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ സർക്കാർ സംവിധാനത്തെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ തന്നെ നേരിട്ട് സ്വാധീനിച്ച് എന്ത് ചെയ്യും? ഇവർക്ക് ലീവ് വാങ്ങിച്ചു കൊടുക്കും. അപ്പം നിയമപരമായി തന്നെ ലീവ് അനുവദിക്കാതിരിക്കുക. ഇവിടെ ചികിത്സിക്കുന്നവർ ഇവിടെ ചികിത്സിക്കട്ടെ. ചികിത്സ കഴിഞ്ഞിട്ട് അവർക്ക് പോകണം തോന്നി അവർ പോട്ടെ. പക്ഷെ അവർക്ക് ലീവ് കൊടുക്കണമെന്തിന്? അവരെ സർക്കാർ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടുക. എന്താ, അവർ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുത്തൻ്റെ ജോലി തന്നെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ പരിപാടി കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെന്ന് വെച്ചാൽ അവന് മാത്രമേ ഗുണമുള്ളൂ. പിന്നീട് അവനതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. നമ്മുടെ പെൻഷൻ സമ്പ്രദായം എല്ലാ മേഖലകളിലും ഇത് പിന്നീട് പരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടുക, അത് അവസാനിപ്പിക്കുക. അപ്പോൾ സർക്കാർ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തേ പറ്റൂ. നമ്പർ വൺ എന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കണം. പിന്നെ സർക്കാർ ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്, ചികിത്സാ സൗജന്യങ്ങൾ. ആർക്ക്? MLA-മാർക്കും മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ കൊടുക്കും. അതൊക്കെ നിർത്തണം. ഇവർക്ക് സൗജന്യങ്ങൾ കൊടുക്കാം. സർക്കാർ ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സിക്കും എങ്കിൽ നിങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ആസ്റ്റർ മെഡിസിറ്റിലേക്ക് പോയി ചികിത്സിച്ചിട്ട് അതിൻ്റെ ബില്ലുണ്ടെന്ന് പൈസ മേടിക്കും. തോമസ് ചാണ്ടിയുടെ കാര്യം അറിയാൻ പാടില്ലേ? പിന്നെ അദ്ദേഹം ഈ മയോ ക്ലിനിക്കിൽ തന്നെ പോയി ചികിത്സിച്ച് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 2-3 കോടി രൂപയുടെ അടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു. 1 കോടി
98 ലക്ഷം രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയും രൂപയാണ് അദ്ദേഹത്തിന് സർക്കാർ എന്ത് ചെയ്യുന്നത് ആ ബില്ല് അനുസരിച്ചിട്ട് നൽകിയത്. പൈസ ഇല്ലാത്ത മനുഷ്യനൊന്നും ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് വലിയൊരു തുകയും അതേപോലെ തന്നെ വലിയൊരു ചികിത്സയുടെയും പ്രശ്നങ്ങളാണ്. ഇവരെവിടെ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ 140 MLA-മാരുണ്ട് പല പാർട്ടികളിലായിട്ട് നടക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ വീരന്മാർ. ഇവരൊക്കെ ഓരോ വർഷം എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടത്താപ്പും കള്ളത്തരവും തോന്നിയാസവും മനസ്സിലാവും. അത് നിർത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.